ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ആയില്ലേ ലോങ് വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട്. ഇന്ന് ഈ ലോങ് വീഡിയോക്ക് ഭയങ്കര സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്ന് ചോദിക്കും, വേറെ ഒന്നുമല്ല, നമ്മളിന്ന് ഗുരുവായൂർക്ക് പോവാ ഗായ്സ്. പ്ലാനിങ് ഒക്കെ വളരെ പെട്ടെന്നായിരുന്നു, പ്ലാനിങ്ങും ഇംപ്ലിമെൻറ്റേഷനും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. സോ ഐ തോട്ട് വൈ നോട്ട് ടു ടേക്ക് എ വീഡിയോ. നമുക്കിത് കുറച്ച് കാലം കഴിഞ്ഞ് കാണുമ്പോൾ എന്ത് രസമുണ്ടാവും. എല്ലാവരും കന്നഡ ടീം തന്നെ ഗൈസ്. കന്നഡ ഇല്ലാണ്ട് ഇതൊന്നും കാണൂല ഗൈസ്. സോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറ്റിപ്പുറം ഇറങ്ങാനുള്ള പ്ലാനിങ്ങിലാണ് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറ്റിപ്പുറത്തെത്തിക്കായി. അങ്ങനെ നമ്മൾ കുറ്റിപ്പുറത്തെത്തി. ഓവർ ബ്രിഡ്ജ് കിടന്നിട്ട് അപ്പുറാന്ന് ബസ് സ്റ്റാൻഡിലെന്ന് പറയുന്നത്. സി എവിടെ ഉണ്ടാവുക അല്ലേ? നമ്മളൊന്ന് ട്രെയിൻ ഗൈസ്. നമ്മളങ്ങനെ ബസ് സ്റ്റാൻഡ് കണ്ടുപിടിച്ചു. ബസ് സ്റ്റാൻഡ് അങ്ങനെ അറൗണ്ട് 5 hours ഓഫ് ട്രാവൽ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുറ്റിപ്പുറത്തെത്തി. കുറ്റിപ്പുറത്ത് നിന്ന് ഗുരുവായൂർ ബസ് കയറുന്നതിന് മുമ്പട്ടേ നമ്മൾ വിചാരിച്ചിരുന്നു പിന്നെ ഫുഡ് കഴിച്ചിട്ട് തന്നെ പോവാം. രാവിലെ ആരും കഴിക്കാണ്ട വന്നിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ വൃന്ദാവനിലെത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത്രപാട് എന്തിനാ അവരെനിക്ക് വളമ്പിരിന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. വേണ്ടാന്ന് പറഞ്ഞ് കൈ വെക്കുമ്പോൾ അവർ വിളമ്പിക്കൊണ്ടിരിക്കുന്നായിരുന്നു. പിന്നെ ഞാൻ അവരെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല, വിളമ്പിക്കോട്ട് വിചാരിച്ചു. അങ്ങനെ ഉച്ചഭക്ഷണം എല്ലാം കഴിച്ച് നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയി കുറച്ച് സമയം നിൽക്കുമ്പം തന്നെ ഇതാ വരുന്നത് നമ്മളെ ഗുരുവായൂർ ബസ്. നമുക്ക് ഗുരുവായൂർക്ക് പോകാനുള്ള ബസ് വന്ന് ഇവിടുന്ന് ഇനി 1.5 hours മാക്സിമം 1.5 hours എടുത്തു നമ്മൾ ഗുരുവായൂർക്ക് എത്താൻ വേണ്ടി. അങ്ങനെ ഗുരുവായൂർക്ക് എത്തി. നമ്മൾ തെക്കേനടയിലാന്ന് തോന്നുന്നു തിരിഞ്ഞൊരു ബസ്. കറക്റ്റ് ഇത് തെക്കേനടയാണോ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് പറയണം കേട്ടോ. അങ്ങനെ കുറച്ച് നടന്ന് നമ്മൾ റൂംസ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, പ്രീ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു, എല്ലാം ഓൺ ദ സ്പോട്ട് തന്നെയായിരുന്നു ഗൈസ്. ഈ കാഴ്ച നേരിട്ട് കാണുമ്പോഴുള്ള ഫീലില്ലേ, എന്താ എനിക്ക് ഈ വീഡിയോയിൽ എനിക്കത് എത്രത്തോളം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയെന്നറിയില്ല. ബട്ട് സ്റ്റിൽ എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഗുരുവായൂർ പോയ ഒരു ഇതില്ല എൻ്റെ മൈൻഡിൽ. അപ്പം ഞാനിത് കണ്ട ഫീലില്ലേ, അതെങ്ങനെ എനിക്ക് പറഞ്ഞു തരണ്ടേന്ന് അറിയില്ല. അവിടുത്തെ ചുറ്റുപാടും ആംബിയൻസും എല്ലാം എത്ര പോസിറ്റീവാണെന്നറിയോ, എത്ര പോസിറ്റീവ് എനിക്ക് എങ്ങനെയാണ് പറഞ്ഞറിയിക്കണ്ടേന്ന് എനിക്കറിയില്ല. ഒന്നുമില്ല, അതുകൊണ്ട് നമ്മളിങ്ങനെ അലയുകയാണ്. ഇത് നമുക്ക് നോക്കാം, ഇവിടെ എന്തായാലും ഉണ്ടാവണം. ഞാൻ മുന്നേ പറഞ്ഞല്ലോ വീഡിയോയില്, ഇത്തവണ ഗുരുവായൂർക്ക് വരുന്നത്
നമ്മൾ പ്രീ പ്ലാൻ ചെയ്തിട്ടൊന്നല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റൂമൊന്നും നമ്മൾ മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തോ നമ്മളെല്ലാവരുടെ ഭാഗ്യം കൊണ്ടും ഗുരുവായൂർ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള പഞ്ചജന്യത്തിൽ തന്നെ നമുക്ക് ഫൈനലി റൂം റെഡിയായി. ഓഫ്ലൈനായിട്ട് പോയിട്ട് അവർക്ക് ഓൺലൈൻ ബുക്കിംഗ് ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഓഫ്ലൈനായിട്ട് പോയിട്ട് ചോദിച്ച് ഫിസിക്കലി അവരോട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഫൈനലി നമുക്കൊരു റൂം ബുക്കായി ഗൈസ്. അങ്ങനെ നമ്മൾ റൂമിലെത്തി ഗൈസ്. പിന്നെ എങ്ങനെയുണ്ട് കോഫി? അങ്ങനെ ഒരു ചായയൊക്കെ പാസ്സാക്കി കുളിച്ച് ഫ്രഷായി സാരി കൊടുത്ത് അമ്പലത്തിലേക്ക് പോകാനായി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞു. നമ്മളങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ തൊട്ടടുത്തെത്തി ഗൈസ്. കുറച്ച് ലേറ്റായി. നട അടക്കൂലായിരിക്കുമല്ലേ? നട അടക്കില്ല, 9 മണി വരെ ഉണ്ട്. എത്ര സമയം അത്ര നല്ല ക്യൂ ഉണ്ട് എന്ന് പറയാൻ. എന്തായാലും നമ്മൾ ഇത്ര വരെ എത്തിയിട്ട് ഗുരുവായൂരപ്പനെ കാണാണ്ട് നമ്മളെ വിടൂല ഗുരുവായൂരപ്പൻ. അപ്പം ഈ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ നമ്മൾ ഫൈനലി എത്തിയിരിക്കുന്നു. എത്ര ഹവേഴ്സിന്റെ ട്രാവലല്ല. ഗുരുവായൂർ സ്റ്റേഷൻ ഫോട്ടോ എടുക്കട്ടെ. അമ്പലത്തിൻ്റെ ഉള്ളിലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റൂല എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയില്ല. കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഒരു 6 മണിക്ക് ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട് 9:45 ആ ടൈം ആകുമ്പോൾ നമുക്ക് ദർശനം കിട്ടി നമ്മൾ പുറത്തിറങ്ങിയത്. ഇത്ര വരെയുള്ള വീഡിയോസ് ഒന്നും എൻ്റെ കയ്യിലില്ല. അങ്ങനെ നമ്മൾ ദർശനമെല്ലാം കഴിഞ്ഞ് പുറത്തെത്തി. 6 മണിക്ക് കയറിയിട്ട് ഇതിപ്പോൾ സമയം 9:45. ഇപ്പാന്ന് കണ്ടിട്ട് നമ്മൾ പുറത്തിറങ്ങിയത്. അതെ, ഇവിടെ ഇതാ അങ്ങനെ ലോങ് ഹവേഴ്സ് ഓഫ് ക്യൂ ഒക്കെ നിന്ന് ദർശനമൊക്കെ കിട്ടിയതിന് ശേഷം നമ്മളെല്ലാവരും രാത്രിത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. തൊട്ടടുത്തുള്ള ഹോട്ടലിൽ തന്നെയായിരുന്നു കഴിച്ചത്. നമ്മൾ എല്ലാവരും വെറൈറ്റീസ് ഓഫ് ഫുഡ്സാണ് മേടിച്ചത്. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിൽ പോയി കുറച്ച് സമയം, അധികം നേരമൊന്നും ഉറങ്ങിയിട്ടില്ല, കുറച്ച് സമയം ഉറങ്ങി രാവിലെ കുളിച്ച് അതേ അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായി. രാവിലെ തന്നെ ചായയും വടയായിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂട് ചായയും വടയൊക്കെ. വടേൻ്റെ കൂടെ ചമ്മന്തിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ സ്റ്റേ ആക്കിയത് പഞ്ചജന്യത്തിലായിരുന്നു എന്നുള്ളത്. ഇനി നിങ്ങളും ലാസ്റ്റ് മിനിറ്റൊക്കെയാണ് ഗുരുവായൂർക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ നോക്കിക്കോളാം. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ഐഡിയ തന്നെ, അഫോർഡബിളൊക്കെ തന്നെ.
അങ്ങനെ രാവിലെയും അമ്പലത്തിൽ കയറി ദർശനം പുറത്തുനിന്ന് കണ്ട് നമ്മൾ നേരെ മമ്മിയൂർക്ക് പോയി. മമ്മിയൂര് അത്ര വലിയ തിരക്കില്ലായിരുന്നു, പക്ഷെ എന്നാലും സൺഡേ ആയതിൻ്റെ കുറച്ച് തിരക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഗുരുവായൂർക്ക് തന്നെ പോയി. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കി പായസത്തിന് വേണ്ടി മാത്രം തുറന്നിട്ടില്ല. കുടിക്കുന്ന ആ കിട്ടാനില്ല നമുക്ക് അവിടെ സ്റ്റിൽ ഹിയർ ഇത് തുറന്നു ഗൈസ്. ഇനി ഇപ്പൊ കിട്ടും കണ്ടറിയാം. ആ ഇപ്പൊ കിട്ടും കിട്ടതായി. അങ്ങനെ കിട്ടി. ഇത്രയൊക്കെ ചൂട്. പിന്നെ ഇതാ ചോത്തിന്റെ കൈ. അമ്മ പായസമെല്ലാം മേടിച്ചതിന് ശേഷം ചന്തയിലേക്കൂടെല്ലാം കുറേ നടന്നു. അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ പ്രസാദം അവിടുന്ന് കഴിക്കണം എന്ന് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത്രയും തിരക്കുള്ളതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. അടുത്ത പ്രാവശ്യത്തെ പോക്കിൽ ദൈവം ശരിയാക്കി തരുമായിരിക്കും. നമ്മളൊന്ന് ആഗ്രഹിച്ചിട്ട് അങ്ങനെ ദൈവം നടത്തി തരാണ്ട് നിൽക്കൂലല്ലോ. ഞാൻ അമ്പലത്തിൽ നിന്ന് മോരും വെള്ളമെല്ലാം കുടിച്ച് റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റി നമ്മളങ്ങനെ പോകാൻ വേണ്ടി റെഡിയായി. സോ നമ്മൾ signing off from Guruvayur. പുണ്യ കവറാണ് എവ്രിവെയർ കൃഷ്ണൻ മയം.